പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിന്റെ 4-ാമത്തെ വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെ വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തിരുവചന ഭാഗത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈശോ തന്റെ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർക്ക് വേണ്ടി ആത്യന്തികമായി ചെയ്യുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും ഭൗതികമായ സുഖസൗകര്യങ്ങളോ വീടോ സമ്പത്തോ ഒരുക്കി കൊടുത്ത് ഒരു വലിയ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുകയല്ല, ദൈവപിതാവിന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയാണ്. ഏറ്റവും സുരക്ഷിതമായി ശിഷ്യന്മാരായിരിക്കാൻ വേണ്ടി ഈശോ ചെയ്യുന്ന കാര്യം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാന്റെ തന്നെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഇപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആ സ്നേഹിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നത് അവരോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായ, ഒന്നിനോടൊന്ന് ചേർന്ന് വരേണ്ട കാര്യമാണ്. ഇന്ന് മാതാപിതാക്കൾ സ്നേഹം പലപ്പോഴും മക്കളോട് കാണിക്കുന്ന അവർക്ക് വേണ്ടി വലിയ സമ്പത്ത് കരുതി വയ്ക്കുന്നു, അവരെ ഉന്നത സ്ഥാനമാനങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു, അവർക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളും ഒരുക്കുന്നു. അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരാൾ ചെയ്യുന്നത് ഏറ്റവും വലിയ സുഖസൗകര്യങ്ങൾ ലോകത്തിൻ്റെതായ രീതിയിൽ കൊടുക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലരെങ്കിലും കുടുംബ പ്രശ്നങ്ങളുടെ കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ, ജീവിത പങ്കാളിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു സുപ്രധാന ചോദ്യം ഇതാണ്: അവർക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്? മക്കൾ കൈവിട്ടു പോകുന്നു അല്ലെങ്കിൽ നേർവഴിയിൽ നിന്ന് മാറി നടക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ എത്രമാത്രം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് ചോദിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം 3 കാര്യങ്ങൾ കൊണ്ട് നോമ്പുകാലം കൂടുതൽ സമ്പന്നമാക്കുന്ന സമയമാണെന്ന് നമുക്കറിയാം. അതിൽ പ്രാർത്ഥനയുടെ ഒരു കാര്യം വീണ്ടും ഈ ഒരു ഭാഗത്തിലൂടെ ഈശോ അതിന്റെ പ്രസക്തി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവരെ ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് കൂടുതൽ ശക്തരാവാം. ദൈവത്തിന്റെ കയ്യിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് സുരക്ഷിതരായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ ജീവിതത്തിന്റെ എല്ലാ സുപ്രധാന ഘട്ടങ്ങളിലും അങ്ങ് ഏറ്റവും പ്രധാനമായി ചെയ്തത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പലപ്പോഴും വ്യക്തിപരമായിട്ട് മലകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പീഡാനുഭവത്തിന് മുമ്പ് പ്രാർത്ഥിച്ചു. ഈശോയുടെ കുരിശിലെ സഹനത്തിന്റെ ഏറ്റവും അവസാനത്തെ കാര്യം പോലും ഒരു പ്രാർത്ഥനയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാന ഘട്ടങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുന്നവരാകാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാവാൻ, ദൈവത്തെ ആത്യന്തികമായി ആശ്രയിക്കുന്നവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി ദൈവത്തിൽ സുരക്ഷിതരായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.